പരാധീനതയുമായി ഒരു LP സ്കൂൾ. ചുരുക്കം കുട്ടികളുമായി വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അടിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. തുടക്കത്തിൽ 217 വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ പുതുനഗരത്തെ 11ാം വാർഡിൽ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 4 അധ്യാപകരും ഒരു നോൺ ടീച്ചിംഗ് സ്റ്റാഫുമാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. 73 കുട്ടികൾ മാത്രമുള്ള സ്കൂളിന് സ്വന്തമായി സ്ഥലമില്ലാത്തത് കാരണം സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകുവാൻ സാധ്യമല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. സ്വന്തമായി കളിസ്ഥലമില്ലാത്തതുകൊണ്ട് കായിക വിനോദത്തിനു പോലും വിദ്യാർത്ഥികൾക്ക് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രധാന അധ്യാപിക PK ബീന പറയുന്നു. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും മികച്ച നിലവാരത്തോടു കൂടി IT പഠന നിലവാരം ഉയർത്തുന്ന രീതിയിലും എല്ലാ രീതിയിലാണെങ്കിലും വളരെ മികച്ച ഭൗതിക സാഹചര്യത്തോടു കൂടിയും ആണ് എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നത്. അതേസമയം ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആ ഒരു അവരുടെ അവകാശം നമ്മൾ നിഷേധിക്കുന്ന രീതിയിലാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു, പക്ഷേ അവർക്ക് വേണ്ട ഈ സാഹചര്യങ്ങൾ കൊടുക്കാൻ, മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സർക്കാരിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതുപോലെയുള്ള പുതുനഗരം പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ 2 സ്കൂളുകളാണ് ഈ രീതിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളുകളും സ്വന്തമായി സ്ഥലം അനുവദിച്ചു തന്ന് മികച്ച നിലവാരത്തോടു കൂടിയ കെട്ടിടം കൂടെ ഞങ്ങൾക്ക് കൂടെ അനുവദിച്ച് തരണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പല രീതിയിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം കളക്ടർക്ക് നിവേദനം നൽകി, MLAക്ക്, അതുപോലെ പഞ്ചായത്തിലെ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം എല്ലാ വാതിലുകളും മുട്ടിയെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി, സ്വന്തമായി സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ബിൽഡിംഗ് പണിയാനുള്ള ഫണ്ട് അനുവദിക്കൂ, സ്ഥലം സ്വന്തമായി കണ്ടെത്താനാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചുരുങ്ങിയത് ഒരു 25 സെൻറ്റ് സ്ഥലമെങ്കിലും പ്രൈമറി വിദ്യാലയത്തിന് സ്വന്തമായി വേണം. അത്രയും സ്ഥലം അതിനുള്ള ഫണ്ട് ഞങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ടാണ് സ്ഥലം ഇല്ലാത്തത്. അതിലൂടെ വേണ്ട ഒരു വഴി ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്നാണ് പറയാനുള്ളത്. 1922 രവീന്ദ്രൻ നായർ കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ചതാണ് ഇന്നത്തെ നിലയിൽ കാണുന്ന സ്കൂൾ. പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് കരിപ്പോട് അടിച്ചിറ ഗവൺമെന്റ് LP സ്കൂൾ എന്നാക്കി. 2000-ൽ 17 കുട്ടികളുമായി പ്രീ പ്രൈമറി ആരംഭിച്ചു. 2015 മുതൽ ശ്രീ മഹാരാജ ഗണപതി ക്ഷേത്രം ട്രസ്റ്റാണ് സ്കൂൾ ഏറ്റെടുത്തു നടത്തുന്നത്. സ്കൂളിന്റെ നിലനിൽപ്പിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും അധികാരികൾ ഇടപെടണമെന്നാണ് രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യപ്പെടുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഭൗതിക സാഹചര്യം കിട്ടുന്നതിന് അതൊരു വിലങ്ങുതടിയായി നിൽക്കുകയാണ്. പഞ്ചായത്തിലും മറ്റുള്ള അധികാരി വർഗത്തോടൊക്കെ പലതവണ നിവേദനം കൊടുത്തു. എന്നിട്ടും നമ്മൾക്ക് സ്വന്തമായ ഒരു സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം ഒരു ആന്തൂർ ട്രസ്റ്റ് എന്നുള്ള അവരുടെ അധീനതയിലായിരുന്നു. പിന്നീട് വിനായക അമ്പല ട്രസ്റ്റി അത് ഏറ്റെടുക്കുകയും വീണ്ടും വാടക കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. പല ഭാഗത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. LP സ്കൂളിൻ്റെ അധീനതയിൽ ഉൾപ്പെട്ട്, അതായത് പഞ്ചായത്തിന് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. എന്നിരുന്നാലും പഞ്ചായത്തിലെ മത്സ്യ മാർക്കറ്റ് നവീകരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി 90% SC കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തെ, അതുപോലെ തന്നെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു വിദ്യാലയം കൂടിയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകുവാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.